ഹായ് ഫ്രണ്ട്സ്, കിരണാണ് ഫ്രം ഹിപ്പി ക്യാമ്പ്സ്. ഞാനിന്ന് ഭയങ്കര ഒരു പീസ് ഓഫ് മൈൻഡിൽ ഇങ്ങനെ ഇരിക്കുവാണ്. കാരണം അത്ര മനോഹരമായ ഒരു ഫാം ഹൗസിലാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നല്ല കാറ്റ്, നല്ല മരങ്ങൾ, നല്ല വെയിൽ. പക്ഷേ ആ വെയിൽ ഞാൻ അറിയണില്ല. അതിൻ്റെ ഇടയിൽ ഞാനൊരു പറമ്പിൻ്റെ അകത്ത് ഇങ്ങനെ സുഖമായിട്ടിരിക്കുവാണ്. ആൻഡ് അവിടെ നിന്നുള്ള വ്യൂ ആണെങ്കിലും നിങ്ങൾക്ക് കാണാം, നല്ല മനോഹരമായ നല്ല ബാക്ക് വാട്ടർ വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ചെമ്മീൻ കെട്ടും അതുപോലെ തന്നെ നല്ല മനോഹരമായ വ്യൂ ഒക്കെയുള്ള ഒരടിപൊളി പ്രോപ്പർട്ടിയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പം ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന പോലെ തന്നെ എറണാകുളത്ത് നിന്ന് നമ്മളൊരു 1 മണിക്കൂർ 1.5 മണിക്കൂർ എറണാകുളത്തിനും തൃശ്ശൂർ ജില്ലയ്ക്കും ഇടയ്ക്കായിട്ടാണ് ഈ സ്ഥലം വന്നത്. മാള എന്ന് പറയുന്ന ഒരു അതിമനോഹരമായ പ്രകൃതി ഗ്രാമം. അപ്പോൾ നമ്മുടെ നാടകം ഇവിടെ തുടങ്ങിയായി. അപ്പം ആ പറയുന്ന മാള എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു മനോഹരമായ ഒരു ഫാം ഹൗസാണ് നമ്മൾ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ഈ ഫാം ഹൗസ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, മൊത്തത്തിൽ ഭയങ്കര പച്ചപ്പാണ്. ഇവിടെ ഞാൻ വന്ന് കയറിയപ്പോൾ തന്നെ ഇഷ്ടം പോലെ മാവുണ്ട്. അതുപോലെ തന്നെ കുംബ്ലൂസ് നാരങ്ങ, പലരും പല പേരാണ് അതിന് പറഞ്ഞത്. കുംബ്ലൂസ് നാരങ്ങ എന്നാണ് ഞങ്ങൾ പറയുന്നത്. അപ്പോൾ കുംബ്ലൂസ് നാരങ്ങയുണ്ട്. പിന്നെ അതുപോലെ തന്നെ നല്ല മനോഹരമായ ഒരു ചെമ്മീൻ കെട്ടുണ്ട്. അതിൻ്റെ അപ്പുറത്താണെങ്കിലും വേറെ ഈ പറയുന്ന പോലെ മറ്റേ പിലോപ്പി അങ്ങനെ മീനിനെയൊക്കെ വളർത്തുന്ന വേറൊരു വളർത്തു സ്ഥലമുണ്ട്. ആൻഡ് ഇവിടെ ചുറ്റും നിങ്ങൾക്കാണെങ്കിൽ നല്ല മനോഹരമായ പ്രകൃതിയാണ്. കായലുണ്ട്. കായലിൻ്റെ സൈഡിലാണെങ്കിലും നല്ല കണ്ടലും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ പിള്ളേർക്കൊക്കെ ആണെങ്കിലും ഓടിക്കളിക്കാൻ നല്ല വിശാലമായ പറമ്പാണ്. കാരണം അത് കംപ്ലീറ്റ് നല്ല അടിപൊളിയായിട്ട് ബഫലോ ഗ്രാസ് ചെയ്തേക്കുവാണ്. അതിൻ്റെ ഇടയിൽ ഊഞ്ഞാൽ വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ ക്യാമ്പ് ഫയറിന് വേണ്ടി ഒരു സെപ്പറേറ്റ് ഏരിയ വരുന്നുണ്ട്. ഡൈനിങ് ആണെങ്കിൽ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ് ആണ്. നല്ല ഒരു പറമ്പിൻ്റെ നടുക്കൊക്കെ നമ്മൾ ഇങ്ങനെ പോയി ഇരുന്ന് ഡൈൻ ചെയ്യുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഭവങ്ങൾ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളൊരു മനോഹരമായ പ്രോപ്പർട്ടി ഞാനാണെങ്കിലും പേഴ്സണലി ഭയങ്കരമായിട്ട് എന്താ പറയുക, ഞാൻ ഇത്രയും എക്സ്പെക്ട് ചെയ്തല്ല ഇവിടെ വന്നത്. പക്ഷെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ജസ്റ്റ് സേ വാവ് വാവ് വാവ്, ഇത്രയും മാത്രമേ പറയാനുള്ളൂ. അപ്പോൾ ജസ്റ്റ് നമ്മൾ പ്രോപ്പർട്ടിയിൽ പുറത്ത് മാത്രമാണ്, ഇനി പ്രോപ്പർട്ടിയുടെ അകത്തേക്കുള്ള വിശേഷങ്ങൾ നമ്മൾ കയറാനായിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഇത് ബേസിക്കലി ഒരു 5 ബെഡ്റൂം വില്ലയാണ് വരുന്നത്. അപ്പം 5 ബെഡ്റൂമും അത് കൂടാണ്ട് ഒരു ഡോമിറ്ററിയും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്കൊരു 15, 20, 30 പേരൊക്കെ സുഖമായിട്ട് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന, അതും വിത്ത് ഒരു സൂപ്പർ ഡ്യൂപ്പർ പൂളാണ്. ആ പൂളിൽ നിന്നാണെങ്കിൽ നല്ല കായലിൻ്റെ വ്യൂ ഒക്കെ കണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ അടിച്ച് പൊളിച്ച് അർമാദിക്കാൻ പറ്റിയൊരു സൂപ്പർ സ്പേസ്. അപ്പോൾ അതിനകത്ത് തന്നെ ഒരു സെഷൻ വരുന്ന ഒരു 2 ബെഡ്റൂം വില്ലയും അതിൻ്റെ തൊട്ടപ്പുറത്താണ് അടുത്ത ഒരു 3 ബെഡ്റൂം വില്ലയായിട്ട് അങ്ങനെ ഒരു കോമ്പിനേഷനിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി വില്ലയുടെ വിശേഷങ്ങൾ തേടി അകത്തേക്ക് കയറാം. ബാ. അപ്പോൾ വില്ലയുടെ ഉള്ളിലേക്ക് നമ്മൾ വരുമ്പോൾ തന്നെ ഇവിടെ നല്ലൊരു മനോഹരമായ വരാന്തയാണ്. അപ്പോൾ ഈ വരാന്തയിൽ ഇരുന്നാലും ഭയങ്കര വ്യൂ ആണ്. പക്ഷേ വരാന്ത നമുക്ക് യൂസ് ചെയ്യേണ്ടി വരത്തില്ല. കാരണം വെച്ചാൽ വരാന്തയുടെ പുറത്തൊക്കെ ആണെങ്കിലും ഇഷ്ടംപോലെ നല്ല അടിപൊളി ചെയറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ നിന്നൊക്കെയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലോസ് ടു ഈ പറഞ്ഞ പോലെ ബാക്ക് വാട്ടറാണ്. അപ്പോൾ അതൊക്കെ കണ്ട് നമുക്ക് അടിച്ച് പൊളിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ പുറത്തിരിക്കാം. ഇനി അതല്ല, നിങ്ങൾക്ക് ഇടയ്ക്ക് ഈ പുറത്തിരുന്ന് മടുക്കുമ്പം ഇടയ്ക്ക് ഇനി അകത്തേക്ക് കയറണമെന്നുണ്ട്. ഞാൻ ഇൻവെർട്ടർ കോമയിൽ പറയാൻ കാരണം വരുന്നില്ല, അത്ര രസമാണ് പുറത്തിരിക്കാൻ. അപ്പോൾ നിങ്ങൾ അകത്തിരിക്കുന്നത് വളരെ കുറവായിരിക്കും. പക്ഷേ ഇനി അകത്തിരിക്കണം എന്നുണ്ടെങ്കിലും നമുക്കപ്പോൾ ഈ റൂമിൻ്റെ വിശേഷമൊക്കെ തേടി അകത്തേക്ക് കയറാം. വാ. കേട്ടോ, ഈ നല്ലൊരു മനോഹരമായ ഫാം ഹൗസിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി ഹൈ ആൻഡ് അമ്യൂണിറ്റീസിൽ ലക്ഷറിയിലുള്ള ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്രോപ്പർട്ടിയാണ്. ആൻഡ് റൂമിൻ്റെ ബെഡിങ്ങും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പെർഫെക്റ്റ്ലി പക്ക നീറ്റ് ആൻഡ് ക്ലീൻ. ആൻഡ് ഇതാണെങ്കിലും ഒരു സോഫ കം ബെഡും കൂടെ ആയിട്ട് ആക്ട് ചെയ്യും. ഇവിടെ ആണെങ്കിലും ബേസിക് അമ്യൂണിറ്റീസ് എല്ലാ സംഭവങ്ങളും വരുന്നുണ്ട്. ഈവൻ ദ AC അങ്ങനെയുള്ള സംഭവങ്ങൾ, ലൈറ്റിംഗ് എല്ലാം ഒരു പ്രീമിയം സെഗ്മെൻ്റ് ആണ്. ആൻഡ് ഇവിടെ നിന്നാണെങ്കിലും നമ്മൾ ഈ പറയുന്ന കട്ടിലിൽ തല വെച്ച് നമ്മൾ ഡോറ് തുറന്ന് കിടക്കുവാണെങ്കിൽ ഇവിടെ നിന്നാണെങ്കിൽ നിങ്ങൾക്ക് ഇതേ നോക്കി ആ ബാക്ക് ബോർഡിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ തന്നെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അതാണെങ്കിലും ഭയങ്കര രസമാണ്. ഇനി ഇവിടെ ആണെങ്കിലും നമ്മൾ നേരെ റൂമിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ ജസ്റ്റ് കയറി കഴിയുമ്പോൾ ഇവിടെ അതുപോലെ തന്നെ മനോഹരമായ ഒരു ടോയ്ലറ്റ് തന്നെ ക്യൂബിക്കിളും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. നല്ല പക്ക നീറ്റ് ആൻഡ് ക്ലീൻ ടോയ്ലറ്റ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഇനി ഇതിനോട് ചേർന്നിട്ട് തന്നെ അടുത്തൊരു റൂം വരുന്നുണ്ട്. ബാ, നമുക്ക് ഇനി ആ റൂമും കാണാം. അപ്പോൾ ഇതാണ് അടുത്ത റൂം വരുന്നത്. അവിടെ ഒരു സിംഗിൾ ബെഡായിട്ടാണ് വരുന്നത്. പക്ഷേ പേടിക്കേണ്ട, ഇവിടെ ആണെങ്കിൽ ഒരു വലിയൊരു സോഫ കം ബെഡ് ഉണ്ട്. 2 പേർ കിടക്കാവുന്ന സോഫ കം ബെഡ്. അഗെയിൻ ഇവിടെ ആണെങ്കിൽ വേറെ സോഫ കം ബെഡ് വരുന്നുണ്ട്. AC വരുന്നുണ്ട്. സെയിം അമ്യൂണിറ്റീസ് കാര്യങ്ങളെല്ലാം പെർഫെക്റ്റ്ലി വെൽ പ്ലേസ്ഡ്, നീറ്റ് ആൻഡ് ക്ലീൻ, അടിപൊളി പ്രീമിയം സെഗ്മെൻറ്റ്. കാരണം വെച്ചാൽ റൂം സൈസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം നല്ല ഹെവി ബിഗ് റൂം സൈസ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഹൈ എൻഡിൽ തന്നെ നമുക്ക് ഈ സാധനം ഇവർ കൊടുക്കാൻ പറ്റും. ഇൻറ്റീരിയർ ആണെങ്കിലും നല്ല സൂപ്പറാണ്. ആൻഡ് ഈവൻ ദ ടോയ്ലറ്റ്സ് ഓൾസോ സോ ഗുഡ്. അപ്പോൾ ഇതുപോലെ തന്നെയാണ് ഇനി ഇവരുടെ മറ്റേ 3 റൂംസും വരുന്നത് ഇതുപോലെയൊക്കെ തന്നെയാണ്. അപ്പം ഇങ്ങനെയുള്ളൊരു 5 ബെഡ്റൂം വില്ലയാണ് നിങ്ങൾക്ക് വരുന്നത്.
ആൻഡ് അഗെയിൻ ഇപ്പോൾ ഇവിടെ നിന്ന് തന്നെ ഇനി നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഡൈനിങ് നിങ്ങളെ കാണിച്ചു തരാം. ഇവിടെ തന്നെ ഒരു ഓപ്പൺ ഡൈനിങ് സ്പേസ് വരുന്നുണ്ട്. നല്ല രസകരമായിട്ടുള്ള കോൺസെപ്റ്റാണ്. കാരണം വെച്ചാൽ നമ്മളിപ്പം ഒരു ഫാമിലിയൊക്കെ ആയിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ ഒരു പുറത്തേക്ക് ഇരുന്ന് നമുക്ക് നല്ല രസകരമായിട്ട് ഡൈൻ ചെയ്യാൻ പറ്റുന്ന ഒരു സൂപ്പർ പ്ലേസ് ആണ്. കാരണം വെച്ചാൽ ആ ഡൈൻ ഏരിയയുടെ അവിടെ നിന്നാണെങ്കിലും വ്യൂ ഒക്കെ ആണെങ്കിലും നിങ്ങൾക്ക് പിന്നെയും കാണാം. മൊത്തം ഒരു പച്ചപ്പും ഗ്രീനറിയും ഹരിതാപം തന്നെയാണ് എല്ലായിടത്തും വരുന്നത്. ഭയങ്കര ഒരു വെറൈറ്റി ഫീലാണ്. ആൻഡ് അഗെയിൻ ഇങ്ങനത്തെ ഒരു ഓപ്പൺ സ്പേസിൽ നമ്മൾ ഫാനൊക്കെ ഇട്ട്, ഫാൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം അത്രയും നല്ല മനോഹരമായ കാറ്റാണ്. അപ്പോൾ ആ കാറ്റൊക്കെ കൊണ്ട് ഇങ്ങനത്തെ ഒരു പ്രകൃതിയിലേക്ക് നമ്മൾ ലയിച്ച് ചേർന്ന് ഇരുന്ന് ഇവിടേക്ക് ഇരുന്ന് ഡൈനൊക്കെ ചെയ്യണ കാര്യം ഒന്ന് ആലോചിക്കുക. സൂപ്പർ അല്ലേ? അപ്പോൾ അത്രയും മനോഹരമായ ഒരു ഡൈനിങ് സ്പേസ്. ആൻഡ് ഡൈനിങ് സ്പേസിൻ്റെ അവിടെ നിന്ന് തന്നെ നമ്മൾ നേരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരുന്ന വൈകുന്നേരങ്ങളിലൊക്കെ ഇരുന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഗ്യാദർ ചെയ്യാനായിട്ടൊരു ക്യാമ്പ് ഫയറും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെയുണ്ട്. ആ ക്യാമ്പ് ഫയർ പിറ്റ് വരുന്നുണ്ട്. അതിൻ്റെ ചുറ്റും നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ ഇരിക്കാം. ഇവിടേക്ക് ഇങ്ങനെ ഇരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് കാണിച്ച് പൊളിക്കാൻ പറ്റിയ ഒരു സൂപ്പർ സ്ഥലമുണ്ട്. നോക്കി വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ഈവനിങ് സൺസെറ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജാങ്കോ പൊളി സാധനമായിരിക്കും. നോക്കി കാരണം ഇത്രയും ലോങ്ങിലാണ് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ കായലും അതുപോലെ തന്നെ കെട്ടും കരിമിക്കെട്ടും അങ്ങനെയുള്ള എല്ലാത്തിൻ്റെ വ്യൂ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ രസമായിരിക്കും. ഇനി ഇവിടെ തന്നെ നമ്മൾ ഒരുപാട് ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഇവിടെ തന്നെ ഒരു ഡോമെട്രി സെറ്റപ്പും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പക്ഷേ എക്സ്ക്ലൂസീവാണ്. കാരണം വെച്ചാൽ ഇത് അറ്റ് എ ടൈം ഒരു ഗ്രൂപ്പിന് മാത്രമേ കൊടുക്കുള്ളൂ. ഇതിനകത്ത് വേറൊരു ഗ്രൂപ്പും വന്ന് അങ്ങനെ അലമ്പോ അങ്ങനെയുള്ള ഒന്നും പേടിക്കേണ്ട. കാരണം അറ്റ് എ ടൈം ഓൺലി 1 ഫാമിലി ഓർ 1 ഫ്രണ്ട്സ് ഓർ 1 ഗെറ്റ് ടുഗദർ, അതാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണെങ്കിലും ഈ പറയുന്നൊരു ഡോമെട്രി സെറ്റപ്പും അതിനുവേണ്ടി കൊടുക്കുന്നുണ്ട്. ആൾക്കാരുടെ എണ്ണം കൂടുതലാണെങ്കിൽ ഡോമെട്രി നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതിനകത്താണെങ്കിലും എക്സ്ട്രാ മാട്രസും സംഭവങ്ങളെല്ലാം പെർഫെക്റ്റ് ആയിട്ട് വരുന്നുണ്ട്. അപ്പം പടവുകളൊക്കെ കയറി നമ്മൾ പലതരം ഡോമെട്രി കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത്രയും വിശാലമായിട്ടുള്ള മനോഹരമായ പ്രകൃതിയുടെ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് നമുക്ക് താമസിക്കാൻ പറ്റുന്നൊരു ഡോമെട്രി. ഓക്കെ, അപ്പോൾ ആ ഡോമെട്രി ആണെങ്കിലും ഇപ്പോൾ ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ്. പക്ഷേ ആ കൂടെയുള്ള ഡോമെട്രിക്ക് ആണെങ്കിലും അതിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. കാരണം വെച്ചാൽ അത്രയും നല്ലൊരു ഗാർഡൻ ഏരിയയും അതുപോലെ തന്നെ ഫ്രണ്ടിൽ ഇതുപോലെ തന്നെ ഒരു ലേക്ക് വ്യൂ ഒക്കെ ഉള്ളൊരു മനോഹരമായ പ്രിമൈസസിലാണ് ഈ ഡോമെട്രി വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഡോമെട്രിയുടെ വിശേഷങ്ങൾ കാണാം. അപ്പോൾ ഡോമെട്രിയുടെ ഫ്രണ്ടിലാണെങ്കിലും നല്ലൊരു മനോഹരമായ വരാന്തയും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ആൻഡ് ഇവിടുന്ന് വരാന്തയിലേക്ക് ഇരിക്കുവാണെങ്കിൽ അവിടെ നിന്നൊക്കെയുള്ള വ്യൂ ഒക്കെ ആണെങ്കിലും നല്ല അൾട്ടിമേറ്റ് വ്യൂവും കാര്യങ്ങളൊക്കെ വരുന്നത്. അല്ല, ഇപ്പോൾ കണ്ടതാണ് ഡോമെട്രിയുടെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ആണ്. ഇത്രയും നല്ല വ്യൂ ഉള്ള ഒരു ഡോമെട്രി നിങ്ങൾ കാണാൻ ചാൻസ് കുറവാണ്. പക്ഷേ അത് മാത്രമല്ല, ഈ ഡോമെട്രി ആണെങ്കിലും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആൻഡ് സ്പേഷ്യസ് ആണ്. ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഡോമെട്രിയിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെഡ്സ് ആണ് വരുന്നത്. മാട്രസ് അല്ല, എക്സ്ട്രാ ബെഡ്സ് സെപ്പറേറ്റ് ആയിട്ട് വരുന്നുണ്ട്. ആൻഡ് അഗെയിൻ ഇവിടെ തന്നെ 3 AC വരുന്നുണ്ട്. ഇനി ഇത് കൂടാണ്ട് ഇത്രയും സ്പേഷ്യസ് ആണ്. ഇത് കൂടാതെ ഇവിടെ ആണെങ്കിലും 3 അറ്റാച്ച്ഡ് ടോയ്ലറ്റ്സ് വരുന്നുണ്ട്. അതുകൂടാതെ 2 ടോയ്ലറ്റ്സ് പുറത്തും വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത്രയും സ്പെസിഫിക് ആയിട്ട് നമുക്ക് ഈ പറയുന്ന പോലെ തന്നെ എല്ലാ അമ്യൂണിറ്റീസോടും കൂടിയിട്ടുള്ള ഒരു ഡോമെട്രിയും കൂടെയാണ് അതിനകത്ത് വരുന്നത്. അപ്പോൾ ഈ ഡോമെട്രി നിങ്ങൾ എന്തിനു വേണ്ടി ടേക്കപ്പ് ചെയ്യണമെന്ന് വെച്ചാൽ, ഈ പ്രോപ്പർട്ടീസ് എക്സാമ്പിൾ 5 ബെഡ്റൂമിൻ്റെ പ്രോപ്പർട്ടിയാണ്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്ക് ആൾക്കാരുടെ എണ്ണം കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ വേണ്ടി ഡോമെട്രിയും കൂടെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇനി ഈ പ്രോപ്പർട്ടിയുടെ ഏറ്റവും അൾട്ടിമേറ്റ് സ്പോട്ടായിട്ടുള്ളൊരു സ്ഥലമുണ്ട്. എല്ലാവരും നോക്കുന്ന എന്ത് സാധനമായിരിക്കും? 5 ബെഡ്റൂം. നമ്മൾ അത് കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. 5 ബെഡ്റൂം പൂൾ വില്ല ആണല്ലോ. അപ്പോൾ പിന്നെ പൂള് നമുക്ക് കണ്ടല്ലേ പറ്റൂ. അപ്പോൾ ഒബിയസ്ലി നമുക്ക് നേരെ ഇനി പൂളിൻ്റെ പ്രിമൈസസിന് അങ്ങോട്ടേക്ക് പോകാം. അതാണെങ്കിലും ഒരു അടിപൊളി ഏരിയ ആണ്. അപ്പോൾ ഇനി പൂള് നമുക്ക് കാണാനായിട്ട് പോകാം. 2 ബെഡ്റൂമിൻ്റെ വില്ലയുടെ പ്രൊമൈസസിൽ നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങി ചുമ്മാ അങ്ങ് നടന്നു കഴിയുമ്പോഴേക്കും നല്ല മനോഹരമായ പച്ചപ്പാണ്. പച്ചപ്പിൻ്റെ അവിടെ നിന്ന് തന്നെ നല്ല ലേക്കിൻ്റെ വീണ്ടും എവിടെ നോക്കിയാലും നിങ്ങൾക്ക് ആ വ്യൂ കാണാൻ പറ്റും. ആൻഡ് അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു 3 ബെഡ്റൂമിൻ്റെ വർക്ക് നമുക്ക് ഓൾമോസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ്. ഒരു April 2nd വീക്കോടുകൂടി കംപ്ലീഷൻ ആവും. അവിടെ നിന്നാണെങ്കിലും വ്യൂ കംപ്ലീറ്റ് ഇതുപോലെ തന്നെ നോക്കിയാൽ നല്ല പച്ചപ്പും നല്ല ഗാർഡനും ഈ പറയുന്ന പോലെ തന്നെ മനോഹരമായ ബാക്ക് വാട്ടറും കാര്യങ്ങളൊക്കെയാണ് കാണാൻ പോകുന്നത്. ഇനി ഇത് കൂടാതെ നമ്മളുടെ ഏറ്റവും വലിയ എക്സൈറ്റിംഗ് പ്ലേസ് ആയിട്ടുള്ള ആൾക്കാർ വന്നാലും ഏറ്റവും കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ദ വൺ ആൻഡ് ഓൺലി പ്രിമൈസ് ഓഫ് പൂൾ ഏരിയ, അത് അങ്ങോട്ടേക്ക് നമ്മൾ എത്തുവാണ്. അപ്പോൾ ഈ പൂളിൻ്റെ ആണെങ്കിലും ഒരു ഇൻഫിനിറ്റ് പൂൾ കോൺസെപ്റ്റാണ്. പൂളിൻ്റെ അവിടെ കിടന്നു കഴിഞ്ഞാൽ നമ്മൾ നേരെ കാണുന്നത് ഈ പറയുന്ന ബാക്ക് വാട്ടറിൻ്റെ വ്യൂവും കാര്യങ്ങളൊക്കെ ഉണ്ട്. നല്ല മനോഹരമായ ഒരു ലെങ്തി പൂളാണല്ലോ. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള പൂളാണ്. ഈവൻ അതിന് കിഡ്സ് ഏരിയ സെപ്പറേറ്റ് വരുന്നുണ്ട്. അതൊക്കെയാണെങ്കിൽ നല്ല രസമാണ്. കാരണം ആ ഒരു ടോട്ടൽ പ്രിമൈസസ്, ആ പൂളിൻ്റെ തന്നെ ടോട്ടൽ പ്രിമൈസസ് ഭയങ്കര രസമാണ്. ഇവിടെ നിന്നാണെങ്കിലും കിഡ്സിനും അത് കഴിഞ്ഞ് സെപ്പറേറ്റ് സ്റ്റെപ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല ലെങ്തി ആയിട്ടുള്ള ഒരടിപൊളി പൂളും കാര്യങ്ങളൊക്കെ. അപ്പം ഈ മനോഹരമായ ഒരു ഫാം ഹൗസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെയാണെങ്കിലും നമ്മൾ നേരെ ഞാൻ മുകളിലേക്ക് കയറി വരാം. കാലിലൊരു ചെറിയ പ്രശ്നമുണ്ട്, ഇച്ചിരി സമയം എടുക്കും.
അപ്പോൾ ആ പൂളിൻ്റെ അവിടെ നിന്നാണെങ്കിലും നമ്മൾ നേരെ ഇപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെയും അതുപോലെ തന്നെ ഒരു വലിയ സ്പേഷ്യസ് ഡൈനിങ് ഏരിയ ആണ്. അപ്പോൾ നമുക്ക് നല്ല മഴ പെയ്യുന്ന സമയത്തൊക്കെ ആണെങ്കിലും ഭയങ്കര രസമായിരിക്കും. കാരണം ഇത്രയും വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള മുകളിലൊക്കെ ആണെങ്കിൽ റൂഫും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ. ആൻഡ് അഗെയിൻ ഈ പ്രോപ്പർട്ടിയുടെ വേറൊരു വലിയ പ്ലസ് പോയിന്റ്, നിങ്ങളിപ്പം ഒരു പ്രീ വെഡിങ്ങോ അല്ലെങ്കിൽ ഒരു അങ്ങനെയുള്ള എന്തൊരു ഷൂട്ടോ പരിപാടികളോ ഗെറ്റ് ടുഗതറോ ഫാമിലി ഗെറ്റ് ടുഗതറോ അങ്ങനെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളൊരു 50 പേരെ 100 പേരെയൊക്കെ പരിപാടിക്കാണെങ്കിലും സുഖമായിട്ട് ഇവിടെ ചെയ്യാൻ പറ്റും. അതിന് പറ്റിയ വലിയൊരു ലോൺ ഏരിയ വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് റൂഫ്ഡ് ആയിട്ടുള്ള ഒരു ഡൈനിങ് സ്പേസ് നമുക്ക് വരുന്നുണ്ട്. നമ്മൾ മാൽദീവ്സിലേക്ക് വാട്ടർ വില്ലയിലേക്ക് വരുമ്പം ഇതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു തടിയുടെ പാലങ്ങളെ കാണാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ മാൽദീവ്സിലേക്കുള്ള വഴിയല്ല, ഇത് ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ ഒരു ആർട്ടിഫിഷ്യൽ ഒരു ഐലൻഡിലേക്കുള്ള വഴിയാണ്. അപ്പോൾ ഈ ഐലൻഡിൻ്റെ ചുറ്റോട് ചുറ്റും നിങ്ങൾ ഈ കാണുന്നത് നല്ല ഒന്നാന്തരം ചെമ്മീൻ്റെ കെട്ടാണ്. അപ്പോൾ ഇവിടേക്കാണെങ്കിൽ ഭാഗ്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെയൊക്കെ മീനൊക്കെ പിടിച്ച് അങ്ങനെ മീനെ പിടിക്കുവാണെങ്കിൽ അത് ഇവർ തന്നെ കുക്കൊക്കെ ചെയ്ത് തരും. അപ്പോൾ ഇത്രയും മനോഹരമായ ഒരു സ്ഥലത്ത് നല്ല അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഫാമിലിക്കാണെങ്കിലും അതുപോലെ തന്നെ ഫ്രണ്ട്സിനാണെങ്കിലും, ഇനി അതല്ല നിങ്ങളൊരു ലേഡീസ് ഗ്രൂപ്പായിട്ടാണെങ്കിലും അങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങൾക്ക് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു സ്ഥലമാണ്. ആൻഡ് എസ്പെഷ്യലി ഓൺ NRIs. കാരണം NRIസിൻ്റെ പല ആൾക്കാരെയും നമ്മൾ വിളിക്കാറുണ്ട്, പല സ്ഥലങ്ങളിൽ നമ്മൾ വിളിക്കാറുണ്ട്. ഞങ്ങൾ വെക്കേഷൻ വരുമ്പോൾ ഞങ്ങൾക്ക് ഫാമിലി ആയിട്ടൊന്ന് അടിച്ചു പൊളിക്കാനായിട്ട്, പ്രൈവസിയിൽ ഞങ്ങൾക്ക് അടിച്ചു പൊളിക്കാനായിട്ട് കുറച്ച് ഏരിയയൊക്കെയുള്ള ഒരു മനോഹരമായ പ്രോപ്പർട്ടി നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്ത് തരാവുന്നു. അപ്പോൾ അതിനൊക്കെ പറ്റിയ വൺ ഓഫ് ദ ബെസ്റ്റ് ഓപ്ഷൻ, അതും ഈ പറയുന്ന പോലെ എറണാകുളത്ത് നിന്ന് ഒരു 1.5 മണിക്കൂർ 2 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് സുഖമായിട്ട് ഓടിയെത്താൻ പറ്റുന്ന മനോഹരമായ ഈ ഒരു സ്ഥലത്തുള്ള നല്ല ഫാമും അതുപോലെ തന്നെ നല്ല ബാക്ക് വാട്ടറും, ഇനി അതുപോലെ തന്നെ നല്ല പ്രോപ്പർട്ടിയും നല്ല പ്രിമൈസസും നല്ല പൂളും, അങ്ങനെ എല്ലാം നല്ലത് മാത്രമുള്ള ഭക്ഷണത്തിൻ്റെ കാര്യമൊക്കെയാണെങ്കിൽ പറയേ വേണ്ട. നാടൻ ഭക്ഷണങ്ങളൊക്കെ രുചിച്ചും കഴിച്ചും, ഇനി അത് മാത്രമല്ല ഇനി ഇളനീര് പോലത്തെ നല്ല നീരുകളൊക്കെ കുടിച്ചും അങ്ങനെയൊക്കെ അടിച്ച് പൊളിച്ച് ശരിക്കും പറഞ്ഞാൽ ഒരു ഗ്രാമത്തിൽ നിങ്ങൾ വന്ന് താമസിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സൂപ്പർ ഡ്യൂപ്പർ പ്രോപ്പർട്ടിയാണ്. അപ്പം ഈ പ്രോപ്പർട്ടി നിങ്ങൾ താമസിക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഹിപ്പി ക്യാമ്പ്സിനെ വിളിച്ചോ, ബാക്കി എല്ലാം ഞങ്ങൾ നിങ്ങൾക്ക് സെറ്റപ്പ് ആക്കി തരാം.